ഇക്കുറി തമിഴ്നാടും ബംഗാളും ബി.ജെ.പി നേതൃത്വത്തിലുള്ള എൻ.ഡി.എ പിടിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തമിഴ്നാട്ടിൽ ഈ വർഷം ഏപ്രിൽ എൻ.ഡി.എ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അതെ, തമിഴ്നാട്ടിൽ താമര വിരിയുന്ന കാലം വിദൂരമല്ല. സ്റ്റാലിനെതിരെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അമിത്ഷായുടെ വാക്കുകൾ. മകൻ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പ്രവർത്തിക്കുന്നുവെന്നും അത് നടപ്പിലാകില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ഞായറാഴ്ച പുതുക്കോട്ടയിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് നയിനാർ നാഗേന്ദ്രന്റെ സംസ്ഥാന പര്യടന പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യം കരുണാനിധി, പിന്നെ സ്റ്റാലിൻ, അതിനുശേഷം ഉദയനിധിയെ മുഖ്യമന്ത്രിയാക്കുക എന്ന സ്വപ്നം നടക്കാൻ പോകുന്നില്ല. തമിഴ്നാട്ടിലെ കുടുംബവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ സമയമായെന്നും അമിത്ഷാ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഭരണം തമിഴ്നാട്ടിലേതാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. അമ്മമാർക്കും സഹോദരിമാർക്കും സുരക്ഷിതത്വമില്ലാത്ത സംസ്ഥാനമാണിത്. രാജ്യത്ത് 2024, 2025 വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എൻ.ഡി.എ വൻ വിജയം നേടി. 2026 തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും വൻ ഭൂരിപക്ഷത്തോടെ എൻ.ഡി.എ അധികാരത്തിൽ വരും. ഈ ലക്ഷ്യം നേടാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം ബി.ജെ.പി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. ബീഹാറിലും തിരുവനന്തപുരത്തും വീശിയ കാറ്റ് തമിഴ്നാട്ടിലും വീശുമെന്ന് ചടങ്ങിൽ സംസാരിച്ച ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ പറഞ്ഞു. കപട മതനിരപേക്ഷതയാണ് ഡി.എം.കെയുടെ മുഖമുദ്ര. അവരുടെ സഖ്യവും കപടമാണ്. എന്നാൽ എൻ.ഡി.എ മാറ്റത്തിന്റെ സഖ്യമാണെന്നും നാഗേന്ദ്രൻ പറഞ്ഞു. ഒക്ടോബർ 12-നാണ് നയിനാർ നാഗേന്ദ്രന്റെ സംസ്ഥാന പര്യടനം തുടങ്ങിയത്. അത് ജനുവരി 9-ന് അവസാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അമിത്ഷായുടെ സന്ദർശനം നേരത്തെയാക്കിയതുകൊണ്ടാണ് സമാപന സമ്മേളനവും നേരത്തെയാക്കുകയായിരുന്നു. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനെത്തിയ അമിത്ഷാ ഞായറാഴ്ച തിരുച്ചിറപ്പള്ളിയിലാണ് വിമാനമിറങ്ങിയത്. തിരുച്ചിറപ്പള്ളിയിൽ ബി.ജെ.പി പ്രവർത്തകരുടെ യോഗത്തിൽ സംബന്ധിച്ച ശേഷമാണ് പൊതുസമ്മേളനത്തിനായി പുതുക്കോട്ടയിലേക്ക് പോയത്. സംസ്ഥാന ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട്. എൻ.ഡി.എയിൽ കൂടുതൽ സഖ്യകക്ഷികളെ ചേർക്കുന്ന കാര്യമാകും കേന്ദ്ര നേതാക്കളുടെ സന്ദർശന വേളയിലെ പ്രധാന ചർച്ചാ വിഷയം. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തമിഴ്നാട്ടിലെ സംഘടനാ സംവിധാനവും എൻ.ഡി.എ സഖ്യവും ശക്തിപ്പെടുത്താൻ ബി.ജെ.പി ദേശീയ നേതൃത്വം നടപടി തുടങ്ങിയിരുന്നു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അതിഗൗരവത്തിലെടുക്കുന്നുണ്ടെന്ന സന്ദേശം കൂടിയാണ് പീയൂഷ് ഗോയലിനെ പോലെ പരിചയസമ്പന്നനായ നേതാവിനെ ചുമതല ഏൽപ്പിക്കുന്നതിലൂടെ ബി.ജെ.പി ദേശീയ നേതൃത്വം നൽകുന്നത്. ഡി.എം.കെ വിരുദ്ധ കക്ഷികളെയെല്ലാം ഒരുമിച്ച് ചേർത്ത് വിശാല സഖ്യമുണ്ടാക്കി തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം പദ്ധതിയിടുന്നത്. അണ്ണാ ഡി.എം.കെയുമായുള്ള സഖ്യം പുനഃസ്ഥാപിച്ചതല്ലാതെ കൂടുതൽ കക്ഷികളെ ചേർത്ത് എൻ.ഡി.എ വികസിപ്പിക്കാൻ ഇതുവരെ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ബീഹാറിലെ വൻ വിജയം നൽകുന്ന ആവേശത്തിൽ തമിഴ്നാട്ടിൽ എൻ.ഡി.എ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അണ്ണാ ഡി.എം.കെയും ബി.ജെ.പി ഊർജിതമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും പാർട്ടി പ്രവർത്തകരിൽ ആവേശം ജനിപ്പിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.